പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ്. ശാപം അനുഭവിക്കുന്ന നീയാ, പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ സഭയെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മറിച്ചു കളഞ്ഞിരിക്കുന്നു. വിശ്വസിച്ച് നേടുക എന്നുള്ളത് മാറിയിട്ട് പ്രവർത്തിച്ച് നേടുക എന്ന സ്റ്റൈലിലേക്ക് വന്നിരിക്കുന്നു. പൗലോസ് ചോദിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? കാരണം ഇതിനകത്ത് ഡേഞ്ചറസ് ആയ ചില വശങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഡു മെന്റാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഫെയ്ത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡൺ ആണ്. ഫ്ലഷ് നിങ്ങൾ ആശ്രയിക്കുമ്പോ അവിടെ ഡു ആണ്. വിശ്വാസം എന്ന് പറയുന്നത് ഡൺ ആണ്. ഡൺ കഴിഞ്ഞു. വിശ്വാസം എന്ന് പറയുമ്പോൾ ഡണ്ണില്ല തുടങ്ങുന്നത്. യേശു ഡൺ, അതുകൊണ്ട് ഞാനും ഡൺ. യേശു ചെയ്തു, അതുകൊണ്ട് ഞാൻ തുടങ്ങി. ഇതാ വിശ്വാസം. ഓക്കെ. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി തന്നെ ഡുവാ, ചെയ്യേ ചെയ്ത് നേട്, വിശ്വസിച്ച് നേട്. വിശ്വസിച്ച് നേടെന്ന് പറഞ്ഞാൽ ഡണ്ണിൽ വിശ്വസിക്കാനാ പറഞ്ഞേ. പ്രവർത്തിച്ച് നേടെന്ന് പറഞ്ഞാൽ ചെയ്ത് നേടുന്ന ഈ ഡു മെന്റാലിറ്റി, ചെയ്ത് നേട് എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ആദത്തോട് ദൈവം ഏതനി പറഞ്ഞ് ചെയ്ത് നേടാനല്ല, ഞാൻ നിന്നെ ഇങ്ങനെ ആക്കിയതുകൊണ്ട് വിശ്വസിച്ച് അതിൽ തുടരാനാ പറഞ്ഞേ. ആദമേ, നീ ശ്രമിച്ചു നേടാനല്ല പറഞ്ഞേ, ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. ബിലീവ് ആൻഡ് കണ്ടിന്യൂ, വിശ്വസിക്കുക, തുടരുക. നീ ചെയ്ത് നേടണ്ട, ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ച് തുടരുക. ആവർത്തിക്കാം ഞാൻ ആ വാക്ക്. ആദമേ, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തിരിക്കുന്നു നിനക്ക് വേണ്ടി, വിശ്വസിക്കുക, തുടരുക. എന്നാൽ സാത്താൻ വന്ന് പറഞ്ഞു, ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. ഇത് ചെയ്താലേ, ഇത് തിന്നാലേ നീ ദൈവത്തെ പോലെ ആകൂ. ദൈവം പറയുന്നു, ഒന്നും ചെയ്യാതെ നീ എന്നെ പോലെയാ ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നേ. പിശാച് വന്ന് പറയുന്നു, ഇത് ചെയ്താലേ നീ ആകൂ. സത്യം എന്താ? വചനം പറയുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പിശാച് വന്ന് പറയുന്നു, ഇത് തിന്നാലേ ആകൂ. ആയിട്ടില്ല, ആകാൻ നീ ശ്രമിക്കേ. ദൈവം പറയുന്നു, ഞാൻ ആക്കിയിരിക്കുന്നു, വിശ്വസിച്ച് തുടര്. പിശാച് പറയുന്നു, ആകാൻ ശ്രമിച്ച് ആക്. കാരണം ആകാൻ ശ്രമിക്കുന്നവൻ ജഡത്തെ ആശ്രയിക്കും, ആണെന്ന് വിശ്വസിക്കുന്നവൻ കർത്താവിനെ ആശ്രയിക്കും. ഓ, ആർക്ക് മനസ്സിലായി? ആർക്ക് മനസ്സിലായി? മനസ്സിലായവർ മാത്രം കരമടിക്കട്ടെ, അല്ലാത്തവരും മിണ്ടാതിരിക്കട്ടെ. When you do something, remember, you are not believing the finished work of Jesus. ഡണ്ണിൽ വിശ്വസിക്കാത്തപ്പോഴാ ഡൂന്ന് ചെയ്യുന്നത്. ചെയ്തു എന്ന അറിവില്ലാത്തതുകൊണ്ടാ.
ചെയ്തു എന്ന അറിവുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്തയാള് ചെയ്തു എന്ന് വിശ്വസിച്ചാ മതി. അല്ലാട്ടൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി. Praise to Jesus. Praise to Jesus. Praise to Jesus. Praise the Lord. Praise the Lord. ചെയ്ത് വിശ്വസിക്കാൻ ശ്രമിക്കുന്നവരെ, ആദ്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇരിക്കുന്ന കസേര നിങ്ങൾ ഇരുന്നോണ്ടൊന്ന് പൊക്കി എന്ന് നിങ്ങൾ വിജയിക്കുന്നോ അന്ന് നിങ്ങൾക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും. കേട്ടില്ല? ഒന്നുകൂടെ പറയണം. ഞാൻ ചെയ്തു പ്രാപിച്ചോളാൻ പറയുന്നവരെ, ഇരിക്കുന്ന കസേര ഇരുന്നോണ്ട് പോക്കാൻ നീ മിടുക്കനാണെങ്കിൽ, ആരൊക്കെയോ ശ്രമിക്കുന്നു, വീഴും വീഴും. എത്ര ശ്രമിക്കുന്നു അത്രയും വീഴും. എന്നാ വേറൊരാളോട് പറ, ഞാനിവിടെ ഇരിക്കുക, എന്നെ ഒന്ന് പൊക്കാൻ പറ. നിങ്ങളെ വീഴാതെ അയാൾ പൊക്കും. ഇതാ യേശു ചെയ്തേ, ഇതാ യേശു ചെയ്തേ. ശ്രമിച്ച് ശ്രമിച്ച് വീണപ്പോൾ എനിക്ക് വേണ്ടി യേശു അത് ശ്രമിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ശ്രമിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി ശ്രമിച്ചു എന്ന് വിശ്വസിക്കാം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. എന്നാൽ കാല സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, ആത്മാവിന്റെ ചിന്ത ദൈവത്തോട് മിത്രത്വമാകുന്നു. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സ്വീകരിച്ചു ആ ജീവൻ. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. കാൽവരി ക്രൂശിലെ പരമയാഗത്തിന് നന്ദി കർത്താവേ. കാൽവരി ക്രൂശിലെ പരമയാഗത്തിന് നന്ദി യേശുവിന്. ഏകയാഗത്താൽ സദാകാലത്തേക്കും വിശ്വസിക്കുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തിയതിന് നന്ദി കർത്താവേ. ഓ, കരമടിച്ചു നന്ദി പറ. നിങ്ങളും ഞാനും ചെയ്തു മുടിഞ്ഞപ്പോഴാ, ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാതെ മാനവരാശി ആകാശത്തിലേക്ക് നോക്കി കർത്താവേ ചെയ്തു തോറ്റു എന്ന് പറഞ്ഞപ്പോഴാ, മോനെ നീ ചെയ്യണ്ടടാ, ചെയ്യാൻ ഞാൻ എന്റെ പുത്രനെ അയക്കാം. നിനക്ക് പറ്റാത്തതിനെ പുത്രൻ വന്ന് ചെയ്യും. യേശു വന്ന് ചെയ്തു, യേശു വന്ന് ചെയ്തു, യേശു വന്ന് ചെയ്തു. ഓ, ചെയ്തെന്ന് വിശ്വസിക്ക്. ആ വിശ്വാസത്താൽ നിങ്ങൾ സൗഖ്യമാകും. ഓ, മൃഗബലിയും നരബലിയും നടന്നിട്ടും മനുഷ്യന് രക്ഷ കിട്ടാതെ നിലത്ത് കിടന്ന് ഉടത്ത് ആര് ഈ തീയിൽ നിന്ന് എന്നെ വിടുവിക്കുമെന്ന് ചോദിച്ചപ്പോ നിലവിളി കെട്ടിറങ്ങി വന്ന് കരുണ തോന്നാതെ കിടന്ന നിന്നെ കരം പിടിച്ചുയർത്തി ക്രിസ്തുവിൽ നിർത്തി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഏത് സമയത്തും അടുത്തു വരാൻ സമയഭേദം കൂടാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. Lord, we confess and we believe in your finished work. Thank you for the perfect finished work on the cross. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞതിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏകയാഗത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്രവൃത്തിയും കൂടാതെ സദാകാലത്തേക്ക് ആ വിശ്വാസത്താൽ ഞങ്ങളെ അങ്ങ് നീതീകരിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. നന്ദി, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ദുരുപദേശം എന്താണെന്നറിയാമോ? പ്രവൃത്തിയുടെ സുവിശേഷമാണ്. പ്രവൃത്തിയുടെ സുവിശേഷം മതത്തിന്റെ സ്വന്തമാ. എന്താ മതം പറയുന്നേ? കർമ്മമാർഗേന മോക്ഷ. എന്താ മതം പറയുന്നേ? മതം പറഞ്ഞു എന്ത് നീ ചെയ്യുന്നു അതാ നീ. യേശു പറഞ്ഞു എന്ത് ഞാൻ ചെയ്തോ അതാ നീ. ഏത് മതം, study any religion in the universe,
Study any religion in the world. You will see the content of religion. Work. It's all workaholic. What do you do? That you become. എന്ത് നീ ചെയ്യുന്നു അതാ നീ. What Hinduism says? കർമ്മമാർഗേന മോക്ഷ. ചെരുപ്പൂരി നടക്ക, കാഷായ വസ്ത്രം ധരിക്ക, താടി നീട്ടി വളർത്ത, മത്സ്യമാംസാദി വർജിക്ക, ലോഹവർജനി, മത്സ്യമാംസാദി വർജനി, ലോഹവർജനി. ഇതാ നീ വിശ്വസിക്കുന്നെങ്കിൽ അതും ഇതുമായിട്ടൊരു വ്യത്യാസമില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർമ്മത്തിലല്ല, യേശുവിന്റെ കർമ്മത്തിലാണ്. ഓഹോ ഓഹോ, ആരുണ്ടാമേൻ പറയാൻ? ആരുണ്ടാമേൻ പറയാൻ? ഞാനൊന്നും ചെയ്തിട്ട് എനിക്ക് കിട്ടിയതല്ല, യേശു എല്ലാം ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാ. മടി കാണിക്കരുത്, കരമടിച്ച് കർത്താവിന് നന്ദി പറ. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല, രക്ഷ അവന്റെ ദാനമത്രേ. ഡു മെന്റാലിറ്റി ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവം നിങ്ങളോട് പറഞ്ഞത് ചെയ്തു നേടാനല്ല, ഞാൻ ചെയ്തു എന്ന് വിശ്വസിച്ച് തുടരാനാ. പക്ഷെ പിശാച് പ്രേരിപ്പിക്കും ചെയ്യാൻ. കാരണം എന്നതറിയോ? ചെയ്യുന്നവൻ ജഡത്തെ ആശ്രയിക്കും, അവൻ തോക്കും. തോൽപ്പിക്കാനുള്ള മുഖംമൂടി ധരിച്ച ഏറ്റവും വലിയ സാത്താന്റെ തന്ത്രമാണ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുക ചെയ്യുന്നത് നല്ലതല്ലേ? ഓഫ് കോഴ്സ് ചെയ്യുന്നത് നല്ലതാ, വിശ്വസിച്ചിട്ട് ചെയ്യുന്നതല്ല. ചെയ്തിട്ട് വിശ്വസിക്കുന്നത് തെറ്റാ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തരണമെന്ന് പറയുന്ന അല്ല ഇവിടുത്തെ ഉപാധി. യേശുവേ നീ എല്ലാം ചെയ്തു, ഞാനത് വിശ്വസിക്കുന്നു, എനിക്കത് വന്ന് നോക്ക് 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 നോക്ക്. പുതിയ നിയമ അനുഗ്രഹങ്ങൾ വായിച്ചു നോക്ക്, വായിച്ചു നോക്ക്, വായിച്ചു നോക്ക് നോക്ക്. പുതിയ നിയമ അനുഗ്രഹങ്ങളെ പറ്റി പറയാം. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എങ്ങനെ സൗഖ്യമാകാൻ? ഞാൻ ചെയ്ത പ്രവൃത്തിയാൽ. അവന്റെ അടിപ്പിണർ. By his stripes. അവന്റെ പ്രവൃത്തിയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞേ, അവന്റെ പ്രവൃത്തിയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എഫെസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അർത്ഥം മനസ്സിലായി കാണുമല്ലോ. അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാ? എവിടെയാ? എന്റെ പ്രവൃത്തിയാലാണോ? പറ. പിന്നെയോ? ക്രിസ്തുവിൽ, യേശുവിൽ വിശ്വസിച്ചപ്പോഴാ. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിൽ സൗജന്യമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്നാ ചെയ്തു? നിങ്ങൾ വല്ലതും ചെയ്തോ? പറ, നിങ്ങൾ വല്ലതും ചെയ്തോ? ആരാ ചെയ്തേ? ഇനി എന്നാ നിങ്ങൾ ചെയ്തേ? യേശു എല്ലാം ചെയ്തെന്ന് വിശ്വസിച്ചു. പറ, യേശു എല്ലാം ചെയ്തെന്ന് വിശ്വസിച്ചു. ഗലാത്യ സഭയും തുടങ്ങിയത് ഇങ്ങനെയാ, ഗലേഷ്യൻ ചർച്ചും തുടങ്ങിയത് ഇങ്ങനെയാ. ഒന്ന് ചൂടായിട്ട് നിൽക്കുക. അവരും തുടങ്ങിയത് ഇങ്ങനെയാ. അവരിങ്ങനെ തുടങ്ങിയപ്പോ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അയ്യോ, കേൾക്കുന്നുണ്ടോ? അവരിങ്ങനെ തുടങ്ങിയപ്പോ എല്ലാം ചെയ്തു കഴിഞ്ഞവൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനിടയില് നുഴഞ്ഞു കയറി കള്ള സഹോദരന്മാർ അവര് പഠിപ്പിച്ചു, അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. നുഴഞ്ഞു കയറി കള്ള സഹോദരന്മാർ ഇന്നും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക, ഫേസ്ബുക്കിലും ട്വിറ്ററിലും സഭയിലും എല്ലാം. പ്രവൃത്തിയുടെ സുവിശേഷം പഠിപ്പിക്കാൻ. നാട്ടെല്ലോളം പറയട്ടെ, അവന്റെ കൃപയാല ഞാൻ നീതീകരിക്കപ്പെട്ടെ, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല. ഓ, കഴിഞ്ഞ ദിവസം ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ ബ്രദറിന് അറിയാൻ മേലാഞ്ഞിട്ട് വില കൊടുത്തു പ്രാപിച്ചതാ. ഞാൻ ചോദിച്ചു, കാൽവരി ക്രൂശിൽ പോയായിരുന്നോ? യെരുശലേമിൽ പോയായിരുന്നോ? വില കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട 10 കാര്യങ്ങൾ ഞാൻ പറയാം. പീലാത്തോസിന്റെ കല്ല് പഴകിയ കൽത്തളം റെഡിയാക്കുക, അവിടെ കുനിഞ്ഞു നിൽക്കുക, അന്നത്തെ ചാട്ടവാര സംഘടിപ്പിക്കുക, 1 39 അടി വാങ്ങുക, അവിടുന്ന് ഭാരമുള്ള പച്ച പൈമര കുരിശെടുക്കുക, കൽത്തളം മുതൽ കുളക്കരം വരെ നടക്കുക, നടക്കുന്ന വഴിക്ക് മുഴുവൻ പടയാളികളോട് അടിക്കാൻ പറയുക, 2 കള്ളന്മാരെ സംഘടിപ്പിക്കുക, ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും നാട്ടുക, നാട്ടിയ ശേഷം 2 കൈയിലും ആണി അടിപ്പിക്കുക, കാലിലൊരു ആണി അടിപ്പിക്കുക, ആരോടെങ്കിലും പറയുക വിലാപ്പുറം കുത്തി തുളയ്ക്കാൻ. ഇതൊന്നും ചെയ്യത്തില്ലേ, വകുപ്പ് ഒന്നും പറയണ്ട, ആമേന്ന് പറഞ്ഞ് കൃപ 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 കൃപ
ഇതിൽ കുറഞ്ഞ ഒരു പ്രവൃത്തിയില്ല. ചെയ്യുവാണോ ഇതേലും ചെയ്യണം. ഇതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? വകുപ്പ് പറയാൻ വരരുത്. ഇരുന്ന് പറഞ്ഞു അവന്റെ കൃപയല്ല. യേശുവിന്റെ ക്രൂശീകരണ പ്രവൃത്തിയിൽ വിശ്വസിച്ച സഭയെ അവിടുന്ന് ശുദ്രം ചെയ്തു മയക്കി. നമ്മെ അടിമപ്പെടുത്തും. അയ്യോ, എന്തോ സംഭവിച്ചെന്നറിയോ? സ്വാതന്ത്ര്യം പറഞ്ഞു നടന്നവര് ഇപ്പൊ അടിമത്തം പറയാൻ തുടങ്ങി. മകനാന്ന് പറഞ്ഞവൻ ഇപ്പൊ പറയാൻ തുടങ്ങി, ഞാൻ ദാസനാ, ഞാൻ അടിയനാ, ഞാൻ പുഴുവാ, കൃമിയാ, കുപ്പിച്ചില്ല, ചവിട്ടുമെത്തയാ. 5:1 വായിച്ച്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനി മേലാൽ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇവരെ കുടുക്കി, ഈ സഭയെ കുടുക്കി, ഗലാത്യ സഭയെ കുടുക്കി. അയ്യോ, ജഡത്തിന്റെ ഫ്രസ്ട്രേഷൻ അവിടെ ആരംഭിച്ചു. മുഖം മൂടി ധരിച്ച പിശാച പ്രവൃത്തിയുടെ സുവിശേഷം നിങ്ങളെ വഴിതെറ്റിക്കും. നിങ്ങളെ ആശ്രയിപ്പിക്കും. നിങ്ങൾ എന്നും പറയും ആ യോഗത്തിന് പോയിട്ട്, ഞാനൊന്നും ആയില്ല. എന്നോ മീറ്റിംഗ് ആയിരുന്നു ബ്രദറെ, ആ മീറ്റിംഗ് ഞാനൊന്നും അല്ലെന്ന് തിരിച്ചറിഞ്ഞു. നിങ്ങളൊന്നും അല്ലെന്ന് തിരിച്ചറിഞ്ഞ മീറ്റിംഗ് നടത്തിയത് കർത്താവല്ല. കാരണം കർത്താവ് നടത്തിയ മീറ്റിംഗിൽ നിങ്ങൾ യേശുവിൽ ആരാണെന്ന് അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശുവിൽ ആരാണെന്ന് നിങ്ങൾ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും തിരിച്ചറിയട്ടെ, നിങ്ങൾ ആരാണെന്നല്ല, നിങ്ങളുടെ ഐഡന്റിറ്റി മാറിയിരിക്കുന്നു. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോ ആരൊക്കെയോ ആയി മാറിയിരിക്കുന്നു. കരമടിച്ച കർത്താവിനെ സ്തുതിച്ചേ. എന്റെ ബ്രദറെ, എനിക്കിത് മെഴുകുതിരി കത്തിച്ച് കിട്ടിയതല്ല. എന്റെ ബ്രദറെ, ഇത് മെഴുകുതിരി കത്തിച്ചാ കിട്ടിയതെങ്കിൽ കാൽവരി ക്രൂശിലെ മരണം കൊണ്ട് ഒരു ഗുണവും ഇല്ല ബ്രദറെ. അതുകൊണ്ട് ക്രൂശിനെ അലക്ഷ്യമാക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നും ചെയ്തിട്ടല്ല എനിക്ക് കിട്ടിയത്, അവനിലുള്ള വിശ്വാസത്താൽ. ഒന്ന് പറഞ്ഞ യേശുവിലുള്ള വിശ്വാസത്താൽ. അയ്യോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പടപടേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ ഈ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. യേശുവിലുള്ള വിശ്വാസത്താൽ. ഒന്ന് പറഞ്ഞ് യേശുവിലുള്ള വിശ്വാസത്താൽ. ഉറക്കെ പറ. യേശുവിലുള്ള വിശ്വാസത്താൽ. എന്താ പ്രവർത്തിക്കുക, എന്താ വിശ്വസിക്കുക? വൺ വേർഡിൽ പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ലിസൺ കെയർഫുള്ളി. എന്താ പ്രവർത്തിക്കുക, എന്താ വിശ്വസിക്കുക? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാളെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് ഞാൻ ആശ്രയിക്കുക എന്നാണ് അർത്ഥം. ഒന്നുകൂടെ പറയണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ എനിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്, ആ ഉറപ്പ് പ്രാപിക്കുകയാണ് വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുന്ന കാര്യം എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്ന ആള് ചെയ്തു തരുമെന്ന് എന്റെ അകത്തുണ്ടാകുന്ന ഉറപ്പാ വിശ്വാസം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് വേണ്ടി വേറൊരാള് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യും എന്നതാ വിശ്വാസം. വിശ്വാസം ത്രികാലമാ. ഹലോ, ഇതാ വിശ്വാസം. ഞാൻ ആശിക്കുന്ന കാര്യം, വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും, കാണാത്ത കാര്യം ഞാൻ കണ്ടിട്ടില്ലത്. ആ വ്യക്തി എനിക്ക് വേണ്ടി അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ വ്യക്തി എനിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുന്നതാണ് വിശ്വാസം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ അർത്ഥം ഇതാ, യു ആർ യൂസിങ് സംബഡി. നിങ്ങൾ ആരെയോ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ആരിലോ ഉറപ്പ് കണ്ടെത്തുകയാണ്. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആരിലും ഉറപ്പൊന്നുമില്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ നേടുന്നു. അത് തോൽക്കാം. കാരണം നിങ്ങള് ജയിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങളുടെ പ്രവൃത്തി ജയിക്കുന്നത്? ആരെന്നെ കേട്ടു? നിങ്ങൾ സക്സസ് ആണേലല്ലേ നിങ്ങളുടെ പ്രവൃത്തി സക്സസ് ആവുള്ളൂ. നിങ്ങൾ ഇന്നും ഭാവിയല്ലേ, പിന്നെ നിങ്ങളുടെ പ്രവൃത്തി പാപത്തിന്റെ പ്രവൃത്തിയല്ലേ. അപ്പൊ ഇനി വേറൊരാളുടെ പ്രവൃത്തിയെ നമുക്ക് ആശ്രയിക്കാം. ആരായി വേറൊരാൾ? യേശു എന്ന നീതിമാൻ. അവന്റെ പ്രവൃത്തിയെ ആശ്രയിക്കാം. അവന്റെ പ്രവൃത്തിയെ ആശ്രയിക്കുന്നെങ്കിൽ ഇങ്ങോട്ടങ്ങ് ഇട്ടിട്ട് മാറി അങ്ങ് നിന്നേരെ. വകുപ്പൊന്നും പറയാൻ പോകണ്ട. എനിക്കൊന്നും അറിയത്തില്ല, വേറൊരാളെ ഞാൻ ആശ്രയിച്ചിരിക്കുക, അയാൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
ഓ ആ ആ ഇപ്പൊ ആർക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാ വിശ്വാസം എന്ന്. എന്നതാ വിശ്വാസം എന്ന്. നിങ്ങൾ വേറൊരാളെ നിങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നതാണ് വിശ്വാസം. അത് നമ്മുടെ കർത്താവായ യേശുവിനെയാണ്. നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞു. എത്ര പേര് ആശ്രയിച്ചു കഴിഞ്ഞു? ഒരു ഹല്ലേലൂയ പറഞ്ഞു. യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആശ്രയത്താൽ അത്ഭുതം നിങ്ങൾ വ്യാപരിക്കുകയാണ്. കാരണം ആ ആശ്രയിക്കുന്ന വ്യക്തി അവൻ ആശ്രയിക്കാൻ യോഗ്യനാ. നിങ്ങൾക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞേ നിവർത്തിയായി, 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 സകലവും നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവർത്തിയായി. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചാ മതി. ചെയ്തു കഴിഞ്ഞതിന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങും, വ്യാപരിക്കാൻ തുടങ്ങും, വ്യാപരിക്കാൻ തുടങ്ങും. യഥാർത്ഥ ക്രിസ്ത്യാനി ഈശോ മശിഹ കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പൂർത്തീകരണ പ്രവൃത്തിയെ വിശ്വസിക്കുന്നവന് ആ ബ്രദർ സൗഖ്യമാണല്ലോ. ഇനി വിളിച്ച സന്തോഷം. ഓടിവാ, 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 ഓടിവാ. എഴുന്നേക്കാൻ വയ്യേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അയ്യോ, ഇത് ഭയങ്കര പരിപാടിയാണേ. ഇപ്പൊ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കാൻ പോകുന്ന ഭയങ്കര പരിപാടിയാണ്. കണ്ടോണേ. ഇവിടെ 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 നിർത്തിക്കവനെ. ജീസസ്, ജീസസ്. It's awesome. Oh, the power of the Lord is coming. Receive it right now. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഇവന്റെ ഒരു വശം തളർത്തി ഇവനെ രോഗിയാക്കി ഇടാൻ ആഗ്രഹിച്ച കള്ള പിശാചേ, ഇറങ്ങ, നീ ഇറങ്ങ, 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 ഇറങ്ങ. എത്ര വർഷമായി കൈ ഇതുപോലെ പൊക്കിയിട്ട്? എത്ര നാളായി? ആ, എങ്ങനെയാ ഇത് തളർന്നു പോയേ? ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കരയാതെ കൂട്ടാ, കരയാതെ, കരയരുത്, കരയരുത്. ചിരിച്ചോണ്ട് പറ, യേശുവാ ചെയ്ത്, ഞങ്ങൾ ആരുമല്ല. ഞങ്ങൾക്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ജോലി കഴിഞ്ഞ് വണ്ടിയെ വന്നോണ്ടിരുന്നപ്പോ ആ ആക്സിഡന്റ് ആയിരുന്നോ? ഓ, ഇവിടെ ഇവിടെ ഇടിച്ചതാ. ഏത് ഹോസ്പിറ്റലാ പോയെ? മെഡിക്കൽ കോളേജിൽ കാണിച്ചു. ഏത് ഡോക്ടറെ കാണിച്ചേ? മെഡിക്കൽ കോളേജ് എല്ലിന്റെ ഡോക്ടറെ കാണിച്ചു. ഓക്കെ. ആ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേന് പറഞ്ഞു അസ്ഥി കുഴപ്പമൊന്നുമില്ല. ഈ കൈ പൊങ്ങത്തില്ലാതായത് എങ്ങനെയാ? അതാ എന്റെ ചോദ്യം. വീണ് കഴിഞ്ഞ പിന്നെ പൊങ്ങത്തില്ലായിരുന്നു. അപ്പത്തേന് ഡോക്ടറെ അടുത്ത് ചെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണോന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് പറയൂലോ. സ്കാൻ ചെയ്തു. MRI സ്കാനാ ചെയ്തത്. MRI ചെയ്തു. എന്റെ എല്ല് ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുക. തേയ്മാനായിട്ട് കൈ പൊക്കാൻ ജോലി ചെയ്യാൻ മേല. ഞാൻ കമ്പിപ്പണിയായിരുന്നു. വീട്ടിരിപ്പാ. എത്ര മാസമായി വീട്ടിരിപ്പാ? ഞാൻ 1 മാസമായിട്ട്. അയ്യോടാ പാവം. നിങ്ങൾ അവിടെ ഇരുന്നപ്പോഴേ യേശു എന്നോട് പറഞ്ഞു ഇവന്റെ കൈ ഒന്ന് പൊക്കുമെന്ന്. ഞാനതാ ഓ കരം അടിച്ചത്. കർത്താവിനെ പൊങ്ങട്ടെ, പൊങ്ങട്ടെ മോനെ, പൊങ്ങട്ടെ, പൊങ്ങട്ടെ. ജീസസ്. ഇനി ജോലിക്ക് പോവാലോ. ജോലിക്ക് പോ, ജോലിക്ക് പോ. ഇങ്ങനെ ഇങ്ങനെ എത്ര ലെവൽ വരെ പൊങ്ങുമായിരുന്നു? ഇങ്ങനെ പൊങ്ങുമല്ല. ഇതിനപ്പുറത്ത് പൊങ്ങിയിട്ടില്ല. ഇപ്പത്തെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഞാൻ കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യം പറയട്ടെ. നമ്മള് തമ്മിൽ ഏതായാലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരി വന്ന ഒരു പ്രാവശ്യം. ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ടോ ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ? പ്രാവശ്യം വന്നായിരുന്നു. ബ്രദറിനെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അന്ന് ഭയങ്കര തിരക്കായിരുന്നു ബ്രദറിന്റെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒന്നും പറ്റില്ല. ഞാൻ ഡോക്ടർ ആയിരങ്ങൾ കൂടുന്നു, അറിയാലോ, അവിടെ ആയിരങ്ങൾ കൂടുന്നു. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പ്രയാസപ്പെട്ടു. സോറി. പിന്നെ ഇന്ന് ഞാൻ പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ചോറ് വരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്ക് പോവാന്ന് പറഞ്ഞ് പോയതാ. അപ്പോഴാണ് എന്റെ വീടിന്റെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബോർഡ് കണ്ടത്, ബ്രദർ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വണ്ടി കയറി ഇങ്ങോട്ട് പോരുമായിരുന്നു. സന്തോഷമായി? സന്തോഷമായി. എത്ര സന്തോഷമുണ്ട്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്റെ കൈ ഇങ്ങനെ പൊങ്ങത്തില്ലായിരുന്നു, ഇങ്ങനെയൊന്നും പൊങ്ങത്തില്ലായിരുന്നു, നനങ്ങത്ത് പോലും ഇല്ലായിരുന്നു.
ഇപ്പൊ കൈയടിക്കാൻ പറ്റുന്നുണ്ട്. ജീസസ്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് ഒരുമിച്ച്. എനിക്ക് ഉറപ്പാ യേശുവിന്റെ മേൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേലും അതിപ്പോൾ വ്യാപരിക്കും. ഈ ആനന്ദ തൈലം കൊണ്ട് യേശു നിങ്ങളെ അഭിഷേകം ചെയ്യും. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചു, നിങ്ങളിപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു, മാനസിക അസ്വസ്ഥതകളുള്ള ഏകാന്തത ഇഷ്ടപ്പെടുത്തിയവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങല പൊട്ടിമാറട്ടെ. മാനസിക രോഗത്തിന്റെ മരുന്നുകളിലല്ല ആശ്രയം, യേശുവിന്റെ ആനന്ദ തൈലത്തിലാണ് അഭിഷേകത്തിന്റെ ആശ്രയം. ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സ്വതന്ത്രമാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് അയക്കുന്നു. ചങ്ങനാശ്ശേരി ടൗൺ ഹാൾ ഫില്ലായി. ബാൽക്കണിയിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആൾക്കാരെ ഇരുത്തേണ്ടി വന്നു. ബാൽക്കണിയും ഫില്ലാകുന്നു. കടന്നു വന്നാട്ടെ, ആ ഉണർവിൽ പങ്കാളികളായാട്ടെ. എല്ലാവരെയും ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനൽ നാം വീണ്ടും കാണും വരെയും ഈ ആനന്ദം നമ്മോട് കൂടെ ഇരിക്കുവാനാണ്.